നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടയം നൽകാമെന്ന് പറഞ്ഞ് അമ്പൂരി ജനതയെ CK ഹരീന്ദ്രൻ MLA പറ്റിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പുതിയ കണ്ടുപിടുത്തം. നെയ്യാർ ജലസംഭരണിയുടെ ഇരു കരകളിലുമായി കുടിയേറി പാർത്ത 1500ഓളം കുടുംബങ്ങളുടെ അരനൂറ്റാണ്ട് കാലമായുള്ള കാത്തിരിപ്പാണ് ഇവിടുത്തെ പട്ടയ പ്രശ്നം. CKയ്ക്ക് മുമ്പ് 20 കൊല്ലം തുടർച്ചയായി കോൺഗ്രസിന്റെ MLAമാരായ തമ്പാനൂർ രവിയും AT ജോർജും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തേ പട്ടയ പ്രശ്നം പരിഹരിച്ചില്ല? അമ്പൂരി ജനത ഓർക്കുന്നുണ്ടാവും. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശും ഇവിടുത്തെ MLA ആയിരുന്ന AT ജോർജും ചേർന്ന് അമ്പൂരി പള്ളിയുടെ പാരീഷ് ഹാളിൽ ഇവിടുത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി വ്യാജ പട്ടയം വിതരണം ചെയ്ത കഥ ആരും മറന്നിട്ടില്ലല്ലോ. അതുപോലൊരു വ്യാജപ്പട്ടയം വിതരണം ചെയ്ത് ഇവിടുത്തെ ജനതയെ പറ്റിക്കുവാൻ LDF ഗവൺമെന്റിന് മനസ്സില്ല. പട്ടയ പ്രശ്നത്തിൽ എന്താണ് യഥാർത്ഥ വസ്തുത? ദൗർഭാഗ്യവശാൽ വാഴിച്ചൽ, കള്ളിക്കാട്, അമ്പൂരി വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന നമ്മുടെ നാട്ടിലെ കൈവശക്കാരുടെ ഭൂമി കേന്ദ്ര വന നിയമപ്രകാരം, കേന്ദ്ര വനവകുപ്പിൻ്റെ ഒരു വിജ്ഞാപന പ്രകാരം നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ക്ലാമല ബീറ്റ് ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമിയായിട്ടാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ പട്ടയത്തിന് ഒരു നിയമപരമായ തടസ്സമായി നിന്നത്. കുമ്പിച്ചൽ പാലത്തിൻ്റെ നിയമപരമായ തടസ്സം നമ്മുടെ MLA CK ഹരീന്ദ്രൻ ഏതു തരത്തിലാണോ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ അനുമതി നേടിയെടുത്തത്, അതേ മാർഗത്തിലൂടെ MLAയുടെ നിരന്തരമായ ശ്രമഫലം കൊണ്ട് ഈ അടുത്ത കാലത്ത് കേന്ദ്ര വനം വന്യജീവി വകുപ്പ് ഒരു വിജ്ഞാപനത്തിലൂടെ നമ്മുടെ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളെ വനഭൂമിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ നടപടികൾ പൂർത്തിയായി വരികയാണ്. ഇനി കൈവശക്കാരന് പട്ടയം ലഭിക്കും എന്ന ഉറപ്പ് വന്നു കഴിഞ്ഞു. അല്ലാതെ വ്യാജപ്പട്ടയം നൽകി 4 വോട്ടിന് വേണ്ടി വ്യാജപ്പട്ടയം നൽകി ഒരു നാട്ടിലെ ജനതയെ പറ്റിക്കലല്ല LDFിൻ്റെ ജോലി. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ്. അതാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് അമ്പൂരി പള്ളിവക പാരീഷ് ഹാളിൽ ഇവിടുത്തെ ജനങ്ങളെ വിളിച്ചു വരുത്തി അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശും അന്നത്തെ MLA ആയിരുന്ന AT ജോർജും കൂടി വ്യാജപ്പട്ടയം നൽകി ഈ നാടിനെ പറ്റിച്ചത്. LDF അത്തരത്തിൽ പറ്റിക്കുവാൻ തയ്യാറല്ല. നിയമപരമായ മാർഗങ്ങളിലൂടെ ഇവിടുത്തെ ജനതയുടെ പട്ടയമെന്ന അവകാശം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നു. അത് ലഭിക്കും. അതാണ് LDFിൻ്റെ ഉറപ്പ്. അക്കൂട്ടത്തിൽ ഇന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരനും കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുമെന്ന് ഉറപ്പാക്കാം.